നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും ഒരു സാധാരണക്കാരനാണ് നിങ്ങളെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും കറന്റ് ഏതെങ്കിലും ഒരു സംഭവത്തിൽ പോയി നിങ്ങൾ കൈവച്ചെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ട് അടുത്ത ഒരു 1.5 വർഷം എന്താണ് നടക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് ഒരു പ്ലാനിങ് ഇല്ലാതാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ പൈസ പൊട്ടാൻ പോവുകയാണ്. വെള്ളത്തിൽ വരച്ച വരയാവും. ഞാനത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പലരും ഇപ്പോൾ വിചാരിക്കുന്നത് US-ലെ റിസഷൻ എന്ന് പറയുന്ന ആ ഒരു ഫിയർ വലിയ സംഭവമല്ല, അല്ലെങ്കിൽ വലിയ സംഭവമാണെങ്കിലും ഇത് നമ്മുടെ ദുബായിയെ ബാധിക്കത്തില്ല, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കത്തില്ല എന്നൊക്കെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അത് അങ്ങനല്ല. 100% ഞാൻ പറയാണ്, അവിടെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ അത് ബാധിച്ചിരിക്കും. പക്ഷെ അതൊരു സ്പെസിഫിക് സെറ്റ് ആൾക്കാരെ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഇനി ലൈഫിൽ എന്തൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഞാൻ സീരിയസ്ലി പറയാണ്, ചെറിയ രീതിയിലൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ എന്റേതായുള്ള അനാലിസിസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്, വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളും, അത് നിങ്ങൾ ബിസിനസ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുക, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അറിവ് എനിക്കും ഷെയർ ചെയ്യാം. ഇതിനൊക്കെ ആയിട്ട് എല്ലാവരും ഫ്രീ ആവുന്ന ദിവസം നോക്കി ഈ വരുന്ന സൺഡേ ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മൾ ഈ ഓഫീസിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ പറയുന്ന സംഭവത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ വീണ്ടും പറയുന്നു, പ്രോപ്പറായിട്ട് നിങ്ങൾ ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അറ്റൻഡ് ചെയ്തതിന് ശേഷം പരമാവധി നിങ്ങളുടെ ഇനി മുമ്പോട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിഷൻ വളരെ ശ്രദ്ധിച്ചെടുക്കുക. അതിപ്പോൾ നിങ്ങൾ ദുബായ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ആളാണെങ്കിലും നോക്കിയും കണ്ടിട്ടും ചില സ്പെസിഫിക് സെറ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സ്പെസിഫിക് സെറ്റ് ആയിട്ടുള്ള കുറച്ച് പൈസ നിങ്ങൾ ഇവിടെ ഇടാൻ പോവുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ. നമ്മുടെ ഫൈനാൻഷ്യൽ പോർട്ട്ഫോളിയോ മൊത്തത്തിൽ പൊട്ടാൻ സാധ്യതയുള്ള സാധനമാണ്. സോ എന്നാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളും എന്റെ സ്റ്റഡിയും ലോക മാർക്കറ്റും എന്തൊക്കെയാണ് നമ്മുടെ ഫെഡറേറ്റിനെ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ, ഈ പറയുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അത് ദുബായ് റിയൽ എസ്റ്റേറ്റിനെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ ഗോൾഡിനെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റിനെ എങ്ങനെ ബാധിക്കും, ഇതെല്ലാം എന്നാൽ അറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിലൂടെ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനും പറ്റും. അതേപോലെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. നമുക്കിത് നല്ലൊരു ഫ്രണ്ട്ലി ടോക്കായിട്ട് എടുക്കാം. മലയാളികൾ നമ്മൾ അങ്ങനെ പരസ്പരം ഒരുമിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ പൈസ സേവ് ചെയ്യാനും പറ്റും, കൂടുതൽ അറിവ് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരെയും ഈ വരുന്ന ഞായറാഴ്ച 12 മണിക്ക് നമ്മുടെ ഓഫീസിൽ നമുക്ക് നേരിട്ട് കാണാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ വരുന്നവര് എത്രയും പെട്ടെന്ന് ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഇൻഫോം ചെയ്യുക. ഫ്രീ ആയിട്ട് നമ്മൾ എല്ലാ അറിവുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പോകണം. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ നിൽക്കുന്ന ആളാണെങ്കിലോ, നിങ്ങൾ ഏതെങ്കിലും ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആളാണെങ്കിലോ, കറന്റ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിലും, ഏതൊക്കെ രീതിയിൽ അടുത്ത 1.5 വർഷം ഫൈനാൻഷ്യലി നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. സോ സൺഡേ 12 PM നമുക്ക് നമ്മുടെ ഓഫീസിൽ പ്രിസം ടവർ 16th ഫ്ലോറിൽ കാണാം. വരുന്നതിന് മുമ്പ് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് ഓക്കെ സൺഡേ നടക്കാൻ പോകുന്ന ഗെറ്റ് ടുഗദറിന് ഞാനും ഒരു പാർട്ടാവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പോഴേ ബ്ലോക്ക് ചെയ്തിരിക്കാം. സോ സീ യു ഓൺ സൺഡേ.